ഹായ് ഫ്രണ്ട്സ്, സ്വന്തം അമ്മയുടെ കഴുത്തിന് വെട്ടി അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ശേഷം ഒരു മകൻ പറയുന്ന ന്യായമാണ് എനിക്ക് ജന്മം നൽകിയതിന് ഉള്ള ശിക്ഷ ഞാൻ കൊടുത്തുവെന്ന്. ഇന്നലെ കോഴിക്കോട് നടന്ന സംഭവമാണ്. സ്വന്തം ഉമ്മയെയാണ് ഒരു മകന് കൊടുവാള് ഉപയോഗിച്ച് കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ളത്. തേങ്ങ പൊതിക്കാനാണെന്നും പറഞ്ഞിട്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വാള് വാങ്ങിക്കൊണ്ട് വന്ന് ആ അമ്മയുടെ കഴുത്തിന് വെട്ടി ക്രൂരമായിട്ട് കൊലപ്പെടുത്തുക ഉണ്ടായിട്ടുള്ളത്. ആ അമ്മ ക്യാൻസർ ചികിത്സ, തലയിൽ ക്യാൻസർ വന്നിട്ട് അതിനുള്ള സർജറി എല്ലാം കഴിഞ്ഞ് അത്ര വേദനയോടെ ആ അമ്മ ജീവിക്കുമ്പോഴാണ് ഈ സ്വന്തം മകൻ ഇത്രയും ക്രൂരമായിട്ടുള്ള ഈ ചെയ്തി നടത്തിയിട്ടുള്ളത്. മയക്കുമരുന്ന് യുവാക്കളിൽ എത്രത്തോളം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. ഈ യുവാവ് കോളേജിൽ പഠിക്കാൻ പോയ ശേഷം മയക്കുമരുന്നിന് അടിമയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ ഇയാള് ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. ബാംഗ്ലൂരിൽ ഏതോ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ആയിരുന്നു ഇയാള്. അവിടെ തിരിച്ചു വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഉമ്മയും മകനും ഈ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ ആയിരുന്നു ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഈ സഹോദരി പുറത്തു പോയ സമയത്താണ് ഈ അതിദാരുണമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. മയക്കുമരുന്നിനൊക്കെ ഈ യുവാക്കളൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം രക്തത്തെയും ഒന്നും തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. എത്രത്തോളം ഒരു കുടുംബത്തെ ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഈ മയക്കുമരുന്ന് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ആ ഒരു മനസ്സ് തന്നെ ഇല്ലാതായി പോവുക ശരിക്കും പറഞ്ഞാൽ മയക്കുമരുന്നിന് അഡിക്റ്റ് ആകുന്നതിലൂടെ. ആ അമ്മ എത്രത്തോളം വേദന സഹിച്ചും കഷ്ടപ്പാട് സഹിച്ചൊക്കെ ആയിരിക്കും ഇവനെയൊക്കെ വളർത്തി വലുതാക്കുന്നത്. എന്നിട്ട് അവർക്ക് ഇവൻ തിരിച്ചു കൊടുത്തത് എന്താണ്? അവരുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വിഷമം മനസ്സിലുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള യുവാക്കളുടെ ഈ പോക്കും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ആളുകൾ എത്ര സ്വപ്നങ്ങൾ നെയ്താണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് അവരുടെ പേരൻസിന് ഇവര് തിരിച്ചു കൊടുക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടിട്ടെങ്കിലും നമ്മുടെ യുവാക്കളൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ലഹരികൾക്കും ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ ഒന്നിലും പോയി പെടാതെ ഇനിയെങ്കിലും നമ്മുടെ യുവാക്കളൊക്കെ ശ്രദ്ധിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അല്ല അത്, എങ്കിലും ഞാൻ പറഞ്ഞത് മാത്രം. എന്താണെങ്കിലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.